ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയായിട്ട് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് പോവുകയാണ്. പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേരളോത്സവം. നിങ്ങളുടെ പഞ്ചായത്തിൽ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കേരളോത്സവം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇത് പഞ്ചായത്ത് തലത്തിലും ആദ്യം പ്രിലിമിനറി ലെവൽ പഞ്ചായത്ത് തലം, അതിനുശേഷം ബ്ലോക്ക്, അതിനുശേഷം ജില്ല, അതിനുശേഷം സ്റ്റേറ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ ലെവൽ പോകുന്നത്. അപ്പോൾ 15 മുതൽ 40 വയസ്സ് വരെ പ്രായമായിട്ടുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇതിൽ പങ്കെടുക്കാം. അതായത് നമ്മൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കില്ലേ, അവിടെ ഉപജില്ല, ജില്ല, സ്റ്റേറ്റ് അങ്ങനെ പോവില്ലേ, അതുപോലെ ആണ് ഇതിൻ്റെയും ഒരു ലെവൽ പോകുന്നത്. പക്ഷേ ഇതിന് വേണ്ടത്ര പബ്ലിസിറ്റി ഇല്ലാത്തത് കൊണ്ട് കണ്ടസ്റ്റൻസ്, അതായത് മത്സരാർത്ഥികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. പക്ഷേ ചില പഞ്ചായത്തുകൾ അതിൻ്റേതായിട്ടുള്ള ഒരു പബ്ലിസിറ്റി കൊടുത്ത് ചെയ്യുന്ന പഞ്ചായത്തുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൽ കേരളോത്സവത്തിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് അതിലെ ജഡ്ജായിട്ടാണ്. ജഡ്ജ് എന്ന് പറയുമ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചർ കൂടിയുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം, ടീച്ചറുടെ കൂടെ ആയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ റെഡിയായി. അങ്ങനെ ജഡ്ജൊക്കെ ഇല്ലേ, ഇപ്പോൾ ഒന്ന് സാരിയെ കൊടുത്തിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഈ സ്കൂളിലാണ്. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ വളരെ ഒരു സന്തോഷം. ഈ വേദിയിൽ ഞാൻ ഒത്തിരി പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മത്സരങ്ങൾ തുടങ്ങി. ഞാൻ വീഡിയോ എടുത്തുള്ളൂ, എല്ലാവരുടെയും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ജഡ്ജ്മെൻ്റ് ആകുമ്പോൾ അത് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി.